ഡെപ്യൂട്ടി മേയർ അടക്കമുള്ള ആളുകളും ഇവിടെ എത്തിയിരുന്നു. ജനവാസ മേഖലയിൽ നിന്നുള്ള വലിയ ആശങ്കകൾ ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ ചെയ്യാൻ ഉള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. നാശനഷ്ടങ്ങളൊക്കെ നേരിയ തോതിലുണ്ടായിട്ടുണ്ടെങ്കിലും അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, അതായത് ഈ ജനവാസ മേഖലയിൽ നിന്നും ആനയെ ഒഴിവാക്കി അവിടേക്ക് കൊണ്ടുപോകുന്നതിന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിനുള്ള നടപടികളാണ് ഇനി അടുത്ത ഘട്ടത്തിലായി ചെയ്യേണ്ടത്. അതിനുവേണ്ടിയുള്ള കൂടിയാലോചനകളും മറ്റുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റുള്ള ആളുകളും എല്ലാം ഇവിടെ അതിനുവേണ്ടിയുള്ള നടപടികൾ നടത്തുകയാണ്. ഏതായാലും MLA അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വനമന്ത്രിയാണ് ധരിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൂടി നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ആയിരിക്കും തുടർ നടപടികൾ ലഭിക്കുക. അതേതായാലും ഇനി വേഗത്തിൽ തന്നെ നടപ്പിലാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ജനവാസ മേഖലയിൽ നിന്നും ആനയെ മാറ്റിക്കൊണ്ടു പോവുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുള്ള നടപടികളും മുന്നിൽ നടന്നു വരികയാണ്. ഏതായാലും ആശങ്ക ഒഴിഞ്ഞിരിക്കുന്നു. വലിയ ആൾക്കൂട്ടവും മറ്റുമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അത് അവരെ ഒഴിവാക്കിക്കൊണ്ട് വേഗത്തിൽ ഇനി അടുത്ത നടപടി എന്നുള്ള നിലയിൽ ഈ ശാന്തനായ ആനയെ ലോറിയിൽ കയറ്റിക്കൊണ്ടു പോകുകയാണ്. MLA ഏതൊക്കെയാലും നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്? ഇന്ന് രാവിലെ 1.5 മണിക്കൂർ മുമ്പാണ് ആന ശിവലക്ഷ്മി, കൊല്ലത്ത് നിന്ന് വരുന്ന ശിവലക്ഷ്മി എന്ന് പറഞ്ഞ ആനയാണ് ഇടഞ്ഞത്. നിരവധി വാഹനങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. 2-3 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. തിരുവമ്പാടി ശിവേലിക്ക് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഞാൻ എന്നോടിപ്പോൾ ഒരു ഭക്തൻ പറഞ്ഞത്. ഉറപ്പാണെന്ന് നമുക്കറിയില്ല. പിന്നെ ഇവിടെ ഒരുപാട് വീടുകൾ തകർത്തു. ആനയ്ക്ക് വാഹനങ്ങൾ 6-7 വാഹനങ്ങൾ തകർത്തു. യാത്രക്കാരുള്ള വാഹനങ്ങൾ തകർത്തു. ഭാഗ്യത്തിന് ഗൗരവമായ ഒരു പെരുക്കും ആർക്കും പറ്റിയില്ല. തൊട്ടടുത്തൊരു വാഹനം അവിടെ കിടക്കുന്നുണ്ട് ചതഞ്ഞ്. അത്രയ്ക്കധികം അപ്പം അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടർന്ന് നമുക്ക് സംസാരിക്കാം. ആനയെ അവിടെ ബന്ധിച്ചിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ വന്നിട്ടുണ്ട്. മയക്കുവെടി വെച്ച് ഞാൻ ചോദിച്ചത്, മയക്കുവെടി വെച്ച് ആന കുറച്ചുകൂടി വൈലന്റ് ആവും എന്ന് പറഞ്ഞു. അപ്പോൾ ഓടി ഇറക്കുന്ന ആന, കെട്ടിയിട്ടുള്ള ആന തന്നെ വൈലന്റ് ആവും ചിലപ്പോൾ. പക്ഷേ അല്ലാണ്ട് തന്നെ അതിനെ കൈകാര്യം ചെയ്തതിനെ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും ശ്രദ്ധിക്കണം. അല്ല ഞാൻ കളക്ടറും മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു. മുഖ്യമന്ത്രി വിഷയങ്ങൾ ചോദിച്ചറിഞ്ഞു. മുഖ്യമന്ത്രി ഉടനടി ഇടപെടാം എന്നുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞതിന് ശേഷം ബന്ധപ്പെട്ട സ്പീഡപ്പ് ആയിട്ടുണ്ട്. ഇവിടെ ഏതായാലും മിനിസ്റ്റർ, ജില്ലയിലുള്ള മിനിസ്റ്റർ OJ ജനീഷ് വരും. ഓക്കെ. ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ ഈ ആളുകളെ അകറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള പ്രാഥമിക കാര്യങ്ങളും മറ്റും ചെയ്തത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി വേഗത്തിൽ നടന്നതുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ ഈ കാര്യങ്ങളൊക്കെ നടത്താൻ കഴിഞ്ഞതും മറ്റും. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ അപകട സാഹചര്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആനയെ പൂർണ്ണമായും ശാന്തനാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥരും മറ്റും പറയുന്നത്. ഏതായാലും വലിയ പ്രശ്നങ്ങൾ ഇല്ല. ഇനി മുഖ്യമന്ത്രി തന്നെ, രാജൻ ജയപാലൻ തൃശ്ശൂർ MLA തന്നെ വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രി തന്നെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെ നിലയിൽ ചെയ്യണമെന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരം നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് വേഗത്തിൽ ആനയെ ഇവിടെ നിന്നും ജനവാസ മേഖലയിൽ നിന്നും ഒഴിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷ വെക്കുന്നത്. നിലവിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഒരു ഓഫീസാണ്. അവിടെയായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഓഫീസിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആളുകൾ ആ വീട്ടിലേക്ക് എത്തുന്നതുകൊണ്ട്, വീടാണെങ്കിൽ ഒരു ഓഫീസായിട്ടാണ് പ്രവർത്തിക്കുന്നത്, അവിടെ അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇല്ലാതിരുന്നതും ആശ്വാസകരമായ അവസ്ഥയാണ് നിലവിലുള്ളത്. ഒല്ലൂർ DYSP തോംസൺ കൂടി സംസാരിക്കും. അവിടെ എല്ലാവരും ഉണ്ട്. കറക്റ്റായിട്ട് ഇപ്പം നോക്കിയിട്ട് ബാക്കി പരമാവധി ഇനി ഇവിടെ നിന്ന് ആനയെ മാറ്റിയാണ് നമ്മുടെ അതിപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് ആന ശാന്തമായി കഴിയുമ്പോൾ അതിന്റെ പ്രൊസീജിയർ അനുസരിച്ച് തന്നെ മാറ്റും. നിലവിൽ പേടിക്കേണ്ട സാഹചര്യം ഇല്ല. അത്തരത്തിൽ നിലവിൽ പേടിക്കേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഒല്ലൂർ DYSP തോംസൺ അറിയിച്ചിട്ടുള്ളത്. നേരത്തെ MLA അടക്കമുള്ള ആളുകളും അത് തന്നെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്.
ഈ സംഭവം അറിഞ്ഞുകൊണ്ട് വിവിധ ആളുകൾ ഇവിടേക്ക് എത്തുന്നതായിട്ടുള്ള ദൃശ്യങ്ങളും മറ്റുമാണ് കാണുന്നത്. തൃശ്ശൂർ ഡെപ്യൂട്ടി മേയർ കൂടി നമ്മളോട് ഇപ്പോൾ സംസാരിക്കുകയാണ്. ഭയാനകമായ സാഹചര്യത്തിലൂടെയാണ് കഴിഞ്ഞ മണിക്കൂറിൽ കടന്നുപോയത്. ആനയെ തളച്ചു എന്നുള്ളത് ഇപ്പോൾ ആശ്വാസകരമായ സംഭവമാണ്. എന്തായാലും കുറച്ചും കൂടി ഉണർന്നു ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ജില്ലാ ഭരണകൂടം കുറച്ച് ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ആന ഇടഞ്ഞ് ഇത്രയും മണിക്കൂറുകളായി നഗരത്തിനകത്ത് നാശനഷ്ടം ഉണ്ടാക്കി മുന്നോട്ട് പോകുമ്പോഴും അവിടെ ബന്ധപ്പെട്ട ആളുകൾ ഒന്നും കൂടി ആക്റ്റീവായി രംഗത്ത് വരേണ്ടതായിരുന്നു. അല്ല, ആനയെ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. അത് തന്നെ ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. മറ്റ് കൂടുതൽ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല. എന്തായാലും അല്ല, സ്വാഭാവികമായിട്ടും ഒന്നും കൂടി ജില്ലാ ഭരണകൂടം നഗരത്തിനകത്ത് ഇത്ര ഇഷ്യൂ ഉണ്ടാകുമ്പോൾ, ഇതൊരു ആളൊഴിഞ്ഞ പ്രദേശത്തല്ല, നഗരത്തിനകത്താണ് ഇഷ്യൂ ഉണ്ടാവുന്നത്. അടുത്തടുത്ത് വീടുകൾ, വാഹനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് ഇത്ര ഇഷ്യൂ ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടിയും ജില്ലാ ഭരണകൂടം ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. കാരണം ഇത് മണിക്കൂറുകൾ നീണ്ടുപോയി അക്രമം. ആന എല്ലാ ഇടവഴിയിലും പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കിടയിലൂടെ ആന കടന്നുപോയാണ്. വാഹനങ്ങൾ കുത്തിമറിച്ചിടുകയാണ്. വാഹനങ്ങളിലൂടെ കൊമ്പ് കുത്തിയിറക്കി ഉണ്ടാകുന്ന അപകടം. അപ്പോൾ ഇതൊക്കെ ആളുകളുടെ ജീവനെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഈ ഘട്ടത്തിൽ ചോദിക്കുന്നത് ശരിയല്ല, എങ്കിലും നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ അങ്ങനെ പെട്ടെന്ന് ഇടപെടുന്ന പുറത്ത് ഒന്നുകൂടി ഒരു നല്ല രീതിയിലുള്ള സാന്നിധ്യം ജില്ലാ ഭരണത്തിന്റെ ഭാഗത്ത് ഉണ്ടാകാമായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം ഇപ്പോൾ എന്തായാലും നിയന്ത്രണവിധേയമാണ്. മറ്റു പ്രശ്നമൊന്നും തന്നെ ഇല്ല. ജില്ലാ ഭരണകൂടം അതിന്റെ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. മന്ത്രി ഉൾപ്പെടെ ഇപ്പോൾ എത്തിച്ചേരുന്നുണ്ട്. ഉദ്യോഗസ്ഥന്മാർ കുറച്ചും കൂടി, കാരണം ഇത് മണിക്കൂറുകളായി ഇതിന് ആന ഒരു ഹൗസിംഗ് കോളനിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇങ്ങനെ ആന ആളെ ഭയപ്പെടുത്തുന്നു, വീടുകളിലേക്ക് കയറി ചെല്ലുന്നു, അല്ലെങ്കിൽ വാഹനങ്ങൾ കുത്തി മറിച്ചിടുന്നു. അപ്പോൾ ഇത് ആളുകൾക്കുണ്ടാകുന്ന വലിയൊരു ഭയാനകമായ സാഹചര്യമുണ്ട്. എന്തായാലും ഇന്ന് ഇപ്പോൾ ആനയെ ഇവിടെ തളച്ചു എന്നുള്ള ഏറ്റവും ആശ്വാസകരമായ സംഭവം തന്നെയാണ്. തൃശ്ശൂർ ഡെപ്യൂട്ടി മേയർ പ്രസാദാണ് നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. മേയർ നിജി ജസ്റ്റിൻ കൂടിയുണ്ട്. മേയറെ ഈ കളക്ടറുമായിട്ട് ബന്ധപ്പെടുമെന്ന് അറിയിച്ചിരുന്നു. അവർ ഇടപെട്ടിട്ടുണ്ട്. അതെ, കളക്ടറായിട്ട് ഞാൻ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ കളക്ടറായിട്ടാണ് ബന്ധപ്പെട്ടത്. അപ്പോൾ കളക്ടറോട് എലിഫന്റ് സ്ക്വാഡിനെ വിളിക്കാനുള്ള നിർദ്ദേശങ്ങളും കൊടുത്തു. അങ്ങനെ ആനേനെ ഇപ്പോൾ തൽക്കാലം നിയന്ത്രണത്തിൽ ആക്കാനുള്ള ഒരു അവസ്ഥയായിട്ടുണ്ട്. പക്ഷേ കുറച്ചധികം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇതിനോടകം. ഇപ്പം നമ്മൾ നിൽക്കുന്ന വീടിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഉള്ള മതിലുകൾ അതെല്ലാം പൊളിച്ചിട്ടേക്കണു, ഗേറ്റ് തകർത്തിട്ടേക്കണു. ഒരു കടയുടെ മുമ്പിലുള്ള എല്ലാ സൈക്കിൾ കട പോലത്തെ ഒരു കടയാണ്, മതിലെല്ലാം പൊളിച്ചിട്ടേക്കണു. നാശനഷ്ടങ്ങൾ ഇഷ്ടംപോലെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആന നിൽക്കണ വീടിൻ്റെ മതിലും നശിച്ചിട്ടുണ്ട്. അപ്പോൾ നാശനഷ്ടങ്ങൾ അനേകം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കാഷ്വാലിറ്റീസ് ഒന്നും സംഭവിച്ചിട്ടില്ല. നിലവിൽ ഇപ്പോൾ ആന ശാന്തനായിട്ടാണ് തളയ്ക്കാൻ ഏറെക്കുറെ സാധിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടി മേയർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഒരു നഗരത്തിനുള്ളിൽ ഒരു അപകടം ഉണ്ടായപ്പോൾ വേണ്ട വേഗതയിൽ ഒരു പ്രവർത്തിച്ചിട്ടുണ്ടോ ജില്ലാ ഭരണകൂടം എന്നുള്ള സംശയമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അത്തരത്തിൽ തന്നെയാണോ കാര്യങ്ങൾ? അങ്ങനെ തോന്നുന്നുണ്ടോ? കാര്യം ഈ ഘട്ടത്തിൽ ചോദിക്കാൻ ശരിയല്ല, എങ്കിൽ പോലും നമുക്ക് ഇവിടെ നിന്ന് അനുഭവിക്കാൻ കഴിഞ്ഞത് അതാണ്. ജില്ലാ ഭരണകൂടത്തോട് ഉടനടി നമ്മൾ വിളിച്ചു പറഞ്ഞു. അവരിതിൽ ഇടപെട്ടിട്ടുണ്ട്, എലിഫന്റ് സ്ക്വാഡിനെ അയച്ചിട്ടുണ്ട് എന്നുള്ള നിർദ്ദേശങ്ങളാണ് നമുക്ക് ലഭിച്ചത്. അതുപോലെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷെ അതിനകം ആനയായതുകൊണ്ട് നമുക്ക് ആർക്കും കൺട്രോളിലിരിക്കുന്ന കാര്യമല്ല. മാത്രമല്ല, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഇടത്തിലാണ്, ഗാന്ധിനഗർ മെയിൻ സ്ട്രീറ്റിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. എന്തുകൊണ്ട് ഉണ്ടായി ഇന്ന് രാവിലെ തന്നെ വലിയ അപകടത്തിലേക്ക് പോകുമോ കാര്യങ്ങൾ എന്ന ഒരു ഭയാശങ്കയാണ് രാവിലെ തന്നെ ഉണ്ടായതൊരു 2 മണിക്കൂറോളമായിട്ട് തൃശ്ശൂർ നഗരത്തിൽ തന്നെ, നഗരമധ്യത്തിലെ ഒരു പ്രദേശത്ത് തന്നെ ആന ഇടഞ്ഞ് വലിയ പരിഭ്രാന്തിയാണ് ഉണ്ടാക്കിയത്. അത് പക്ഷേ ആളപായമൊന്നും ഉണ്ടാക്കാതെ ചില വാഹനങ്ങൾക്ക് 4 ബൈക്കുകളും ഒരു കാറുമൊക്കെ തകർത്ത് ശേഷം വളരെ അടുത്തടുത്ത് വീടുകളിലെ ഒരു 3 വീടുകൾക്കിടയിലെ ഒരു പറമ്പിനകത്ത് കയറിയിട്ട് ആന പതുക്കെ ശാന്തനാവുകയായിരുന്നു. പിന്നീട് പാപ്പാന്മാരും മറ്റുമൊക്കെ വന്ന് അതിനെ വെള്ളം ഒഴിച്ചും മറ്റും ശാന്തനാക്കി ഇപ്പോൾ ബന്ധിച്ചിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ അപകടാവസ്ഥയില്ല, സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ടും ശാന്താവസ്ഥയിലായിട്ടുണ്ട്.